ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 19, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാൾ ദിവസം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 47-ാം വാക്യം: സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിശേഷവിധിയായി നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ മറ്റുള്ളവരെക്കാൾ കൂടുതലായി ചെയ്യുന്നു എന്ന് നോക്കിയാണ് ദൈവം നമ്മളെ വിലയിരുത്തുന്നത്. മറ്റൊരിടത്ത് ഈശോ പറഞ്ഞു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സാധാരണ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ, സാധാരണ നീതി ചെയ്യുമ്പോൾ, സാധാരണ നന്മകൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ സാധാരണക്കാർ മാത്രമാണ്. സാധാരണയ്ക്കപ്പുറത്തേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. അസാധാരണമാം വിധം ദൈവത്തെ സ്നേഹിക്കാനും അസാധാരണമായ രീതിയിൽ വിശേഷവിധിയായി അതിശയകരമായ രീതിയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും നമ്മളെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാലമായി ഈ നോമ്പുകാലം മാറട്ടെ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്ന മാർ യൗസേപ്പ് പിതാവ് തന്നെയാണ്. ദൈവത്തിൻ്റെ തീരുമാനമറിഞ്ഞപ്പോൾ അസാധാരണമാം വിധം ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിലപ്പുറത്ത് പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ഒരു കുറവും കൂടാതെ നോക്കുകയും ചെയ്ത ആ വലിയ വിശുദ്ധൻ്റെ മാതൃക നമുക്കിന്ന് സഹായമാവുകയും ചെയ്യട്ടെ. ആമേൻ.